നമസ്കാരം. ഓം ഓം ഓം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം സ്കന്ധം 2 അധ്യായം 6. കഴിഞ്ഞ അധ്യായത്തിൽ പ്രധാനമായും വിവരിച്ചത് ശന്തനു മഹാരാജാവ് സത്യവതിയെ കല്യാണം കഴിക്കാൻ ഉണ്ടായ സന്ദർഭങ്ങളും എങ്ങനെയാണ് വിവാഹം നടന്നതെന്നൊക്കെയാണ്. സത്യവതിയിൽ ശന്തനുവിനുണ്ടാകുന്ന പുത്രനെ രാജാവാക്കിയാൽ മാത്രമേ സത്യവതിയെ വിവാഹം ചെയ്ത് കൊടുക്കുകയുള്ളൂ എന്ന് സത്യവതിയുടെ അച്ഛൻ പറയുമ്പോൾ ഭീഷ്മർ അത് മനസ്സിലാക്കി ഭീഷ്മർ ഒരിക്കലും വിവാഹം കഴിക്കുകയില്ല, തനിക്ക് പുത്രനും ഉണ്ടാവുകയില്ല എന്ന് വാക്ക് കൊടുക്കുന്നു. അങ്ങനെയാണ് ശന്തനു സത്യവതിയെ വിവാഹം ചെയ്യുന്നത്. ഇനി സത്യവതിയിൽ ശന്തനു മഹാരാജാവിന് ഉണ്ടാകുന്ന പുത്രന്മാരെ പറ്റിയാണ് അടുത്ത അധ്യായത്തിൽ വിവരിക്കുന്നത്. അഥ ഷഷ്ടോധ്യായഃ ചിത്രാംഗദാദികളുടെ ജനനം. സൂത ഉവാച. ശ്ലോകം 1. ഏവം സത്യവതീ തേന വ്രതാ ശന്തനുനാ കില ദൗ പുത്രൗ ച തയാ ജാതൗ മൃതൗ കാലവശാദപി. ഇങ്ങനെ സത്യവതിയെ ശന്തനു മഹാരാജാവ് വിവാഹം കഴിച്ചു. അവൾക്ക് 2 പുത്രന്മാർ ഉണ്ടായി. ശ്ലോകം 2. വ്യാസ്യവീര്യാത്തു സംജാതോ ധൃതരാഷ്ട്രോന്ധ ഏവ ച മുനിം ദൃഷ്ട്വാഥ കാമിന്യ നേത്രസമ്മേളനേ കൃതേ. വ്യാസമുനിയെ കണ്ട കാമിനി കണ്ണു ചിമ്മിയതിനാൽ ആ വ്യാസമുനിയിൽ നിന്നും ജനിച്ച ധൃതരാഷ്ട്രർ അന്ധനായി തീർന്നു. ശ്ലോകം 3. ശ്വേതരൂപായതോ ജാത ദൃഷ്ട്വാ വ്യാസം നൃപാത്മജ വ്യാസകോപാത് സമുത്പന്ന പാണ്ഡുസ്തേന ന സംശയഃ. വ്യാസനെ കണ്ട് വിളറിയതുകൊണ്ട് മറ്റേ രാജകുമാരിയിൽ ജനിച്ചവൻ വ്യാസകോപത്താൽ പാണ്ഡു നിറമുള്ളവനായി തീർന്നു. ശ്ലോകം 4. സന്തോഷിതസ്തയാ വ്യാസോ ദാസ്യാ കാമകലാവിദ വിദൂരസ്തു സമുത്പന്നോ ധർമാംശ സത്യവാക്ശുചി. കാമകലാനിപുണയായ ദാസി വ്യാസനെ സന്തോഷിപ്പിച്ചു. അവളിൽ സത്യവാക്കും ശുചിയും യമധർമ്മൻ്റെ അംശവുമായി വിദുരരും ജനിച്ചു. ശ്ലോകം 5. രാജ്യേ സംസ്ഥാപിത പണ്ഡു കനീയാനപി മന്ത്രിഭിഃ അന്ധത്വാത് ധൃതരാഷ്ട്രോസൗ നാധികാരേ നിയോജിതഃ. ഇളയവനാണെങ്കിലും മന്ത്രിമാർ പാണ്ഡുവിനെ രാജാവാക്കി വാഴിച്ചു. അന്ധനായിരുന്നതുകൊണ്ട് ധൃതരാഷ്ട്രർക്ക് അധികാരം നൽകിയില്ല. ശ്ലോകം 6. ഭീഷ്മസ്യാനുമതേ രാജ്യം പ്രാപ്ത പാണ്ഡുർമഹാബലഃ വിദുരോപ്യഥ മേധാവി മന്ത്രകാര്യേ നിയോജിതഃ. മഹാബലവാനായിരുന്ന പാണ്ഡു ഭീഷ്മരുടെ അനുമതിയോടെ രാജ്യം ഭരിച്ചു. ബുദ്ധിമാനായ വിദുരരെ മന്ത്രിസ്ഥാനത്തും നിയോഗിച്ചു. ശ്ലോകം 7. ധൃതരാഷ്ട്രസ്യ ദ്വേ ഭാര്യേ ഗാന്ധാരി സൗബലി സ്മൃത ദ്വിതീയാ ച തഥാ വൈശ്യ ഗാർഹസ്ഥേഷു പ്രതിഷ്ഠിത. ധൃതരാഷ്ട്രർക്ക് 2 പത്നിമാരുണ്ടായിരുന്നു. ഒന്ന് സുബലപുത്രിയായ ഗാന്ധാരി. ഗൃഹസ്ഥയായി തീർന്ന രണ്ടാമത്തേവൾ വൈശ്യസ്ത്രീ ആയിരുന്നു. ശ്ലോകം 8. പാണ്ഡോരപി തഥാ പത്ന്യൗ ദ്വേ പ്രോക്തേ വേദവാദിഭിഃ
ശൗരസേനീ തഥാ കുന്തി മാദ്രീച മദ്രദേശജ. അതുപോലെ പാണ്ഡുവിനുമുണ്ടായിരുന്നു 2 പത്നിമാരെന്ന് വേദജ്ഞന്മാർ പറയുന്നു. ശൂരസേനപുത്രിയായ കുന്തിയും മദ്രദേശജയായ മാദ്രിയും. ശ്ലോകം 9. ഗാന്ധാരീ സുഷുവേ പുത്രശതം പരമശോഭനം വൈശ്യാപ്യേകം സുതം കാന്തം യുയുത്സും സുഷുവേ പ്രിയം. അത്യന്തം ശോഭയുള്ള 100 പുത്രന്മാരെ ഗാന്ധാരി പ്രസവിച്ചു. വൈശ്യസ്ത്രീ 1 പുത്രനെയും പ്രസവിച്ചു, അഴകും പ്രിയവുമുള്ള യുയുത്സുവിനെ. ശ്ലോകം 10. കുന്തീതു പ്രഥമം കന്യ സൂര്യോത്കർണം മനോഹരം സുഷുവേ പിതൃഗേഹസ്ഥ പശ്ചാത് പാണ്ഡുപരിഗ്രഹ. കുന്തിയാകട്ടെ കന്യകയായി പിതൃഗ്രഹത്തിൽ വസിക്കെ സൂര്യനിൽ നിന്ന് 1ാമതായി മനോഹരനായ കർണനെ പ്രസവിച്ചു. പിന്നെയാണ് പാണ്ഡു പരിഗ്രഹിച്ചത്. യോഗാസമ